ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മല്ലു അറബ് ട്രാവൽ വ്ലോഗ്. അപ്പോൾ ഇന്ന് നമ്മൾ വന്നേക്കുന്നതെന്ന് വെച്ചാൽ ശനിയാഴ്ച ഈവനിങ് ആണ്. നമ്മളൊരു ക്രൂയിസ് ഷിപ്പ്, അതായത് ക്രൂയിസ് കപ്പലിൽ ഒരു 2 മണിക്കൂർ കറങ്ങാനായിട്ട് നമ്മളിവിടെ വന്നേക്കുന്നത്. അത് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഓഫർ കിട്ടി. ഈ കോബോൺ എന്ന് പറഞ്ഞിട്ട് UAE ഒരു ആപ്പുണ്ട്. അതിനകത്ത് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ UAE എല്ലാ ആക്ടിവിറ്റീസിലും നമുക്ക് ഓഫറായിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ അപ്പോൾ ഞാനും നിതീഷോട് ടിക്കറ്റ് ബുക്ക് ചെയ്തതാണ്. ഒരു 45 ദിറംസേ ഉള്ളൂ. അതായത് ഒരു 2 അവർ ദുബായ് കനാൽ വഴി ഫുള്ളൊന്ന് കറങ്ങും. അതുപോലെ തന്നെ നമുക്ക് അതിനകത്ത് ഫുഡ്, നമുക്ക് ബുഫറ്റ് ഫുഡ് ഫ്രീ ആണ്. അതുപോലെ കുറച്ച് ആക്ടിവിറ്റീസ്, ഡാൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ട് നമ്മൾ സെറ്റ് ആക്കാനായിട്ട് നമ്മളിവിടെ വന്നേക്കുവാണ്. അപ്പോൾ ടിക്കറ്റും കാര്യങ്ങളൊക്കെ കിട്ടി, ബോർഡിംഗ് പാസ് ഒക്കെ കിട്ടി. അപ്പോൾ സെക്യൂരിറ്റി ഗേറ്റിൻ്റെ അടുത്തോട്ട് ചെല്ലാൻ പറയാനുണ്ട്. ബാക്കി ഡീറ്റെയിൽസ് ഞാൻ കറക്റ്റായിട്ട് ഞാൻ അതിനകത്ത് പറയും. വെറും 45 ദിറംസേ ഉള്ളൂ. ഇതിനകത്ത് വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾ വരും. അപ്പം നമുക്കൊന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ നമ്മൾ നമ്മുടെ ലൊക്കേഷനിലൊക്കെ എത്തി. കുറച്ച് നടക്കാനുണ്ട്. കാറ് പാർക്ക് ചെയ്തിട്ട് നമ്മൾ ഈ ഒരു ബ്രിഡ്ജൊക്കെ ക്രോസ് ചെയ്തിട്ട് വേണം. അതിൻ്റെ അപ്പുറത്താണ് നമ്മുടെ ഷിപ്പൊക്കെ കിടക്കുന്നത്, ഈ ക്രൂയിസ് കിടക്കുന്നത്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ നടക്കുക. എന്തായാലും വലിയ ചൂടില്ല, ഒരു കാറ്റൊക്കെ അടിക്കുന്നുണ്ട്. അപ്പം ബാക്കി അതിനകത്ത് കാണാൻ നമുക്ക് പതുക്കെ ഒന്ന് നടക്കട്ടെ. ഞങ്ങൾ നിതീഷതേ വെള്ളയൊക്കെ ഇട്ട് യേശുദാസിൻ്റെ വീട്ട് നടപ്പുണ്ട്. ഇങ്ങോട്ട് തിരിഞ്ഞാടെ ഒരു ഗ്ലാസ്സൊക്കെ ഉണ്ട്. മോനെ. അപ്പം എന്തേ നമ്മുടെ ബ്രിഡ്ജിൻ്റെ ടോപ്പ് വ്യൂ ഇതാണ്. നിതീഷ് പതുക്കെ നടന്നതേ അവിടെ എത്തി. ആൾക്കാരൊക്കെ അങ്ങോട്ട് പോകുന്നുണ്ട്. ഞാനും പതുക്കെ താഴോട്ട് ഇറങ്ങുക. ലിഫ്റ്റ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ പതുക്കെ നടന്ന് താഴോട്ട് പോയി കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല, സ്റ്റെയർ വഴി. ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ, ഒരു ക്രൂയിസ് കപ്പൽ മാത്രമല്ല ഇവിടുന്ന് പോകുന്നത്, ഒരുപാട് ക്രൂയിസ് കപ്പലുണ്ട്. അവിടെ ഒരുപാട് ആൾക്കാർ ഇവിടെ ഉണ്ട്. നമ്മുടെ ആണെന്ന് തോന്നുന്നത് കൊണ്ട് അവിടെ ഉണ്ട് ഇങ്ങനെ ലൈറ്റ് വെച്ച് കിടക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങളിങ്ങനെ നടക്കുക. സംഭവം ഉണ്ടല്ലോ ഒരുപാട്. അയ്യോ, ഇങ്ങനെ ഇടയ്ക്ക് കൂടെ ഒക്കെ നടക്കുന്നത് തന്നെ ഭയങ്കരമാണ്. നിതീഷേ, ഹലോ. ദൈവമേ, ഒരുപാട് ആൾക്കാരുണ്ടല്ലോ. ഞങ്ങളെന്തായാലും നോക്കട്ടെ. ഞങ്ങളുടെ ക്രൂയിസ് കപ്പൽ എന്തായാലും കണ്ടുപിടിക്കണം. പതുക്കെ ഞങ്ങൾ നടക്കുക. നമ്മൾ ഈ ബുക്ക് ചെയ്ത ക്രൂയിസ് കപ്പൽ എന്ന് പറഞ്ഞാൽ 2 ടൈമിലുണ്ട് കേട്ടോ. അതായത് ഒന്ന് ഒരു 5:30 ഉണ്ട്, അതുപോലെ തന്നെ 8:30 ഉണ്ട്. 2 മണിക്കൂർ കറങ്ങി കിടന്ന് ഫുഡും കാര്യങ്ങളും ഒക്കെ ആയിട്ട് വരുന്നതാണ്. അപ്പം ആ 5:30 ടീംസ് ഇറങ്ങി വരുന്നതാണ് ഈ കാണുന്നത്. അതുപോലെ തന്നെ നമ്മളിനി കയറാൻ പോകുന്ന ആൾക്കാരാണ് ദേ ഇവിടെ നിൽക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇതെല്ലാം നമ്മുടെ ഷിപ്പിനകത്തോട്ട് കയറാനുള്ള ആൾക്കാരാണെന്ന് തോന്നുന്നു. അങ്ങനെ നീണ്ട കാത്തിരിപ്പിന് ശേഷം ഞങ്ങളുടെ ബോർഡിങ് വിളിച്ചിരിക്കുകയാണ്. ഞങ്ങൾ ബോർഡിങ് ഗേറ്റിലൂടെ അകത്തോട്ട് പോവുകയാണ്. 2 സൈഡിലും വെള്ളമാണ്. അവിടെ നോക്കിയാണ് ഇതൊക്കെ കണ്ടോ, ഇതൊക്കെ പൊളിയാണ് കേട്ടോ. ഇതിനകത്തൊക്കെ വലിയ പൈസയൊന്നും ഇല്ല. 1 അവർ 2 അവറിന് 400 ദിറംസേ ഉള്ളൂ. ഒരു 10 പേര് 15 പേരൊക്കെ അതിനകത്ത് വന്നു കഴിഞ്ഞാൽ അടിപൊളിയാണ്. അപ്പം എന്തേ നമ്മൾ നടന്ന് നമ്മുടെ ഷിപ്പിൻ്റെ അടുത്തിരിക്കുക, ക്രൂയിസിൻ്റെ അടുത്തെത്തിയിരിക്കുകയാണ്. നിതീഷ് ശരിക്കും പറഞ്ഞാൽ ഫോട്ടോയൊക്കെ എടുത്ത് നല്ല തകർത്ത് വന്നുകൊണ്ടിരിക്കുക. ഞാൻ എന്തേ ഷിപ്പ് ഇവിടെ വന്നിരിക്കുകയാണ്. പണ്ട് നമ്മുടെ ഒരു ചേട്ടൻ ബ്രദർ ഒരു വട്ടം ഇവിടെ കൊണ്ടുവന്നത് നമുക്ക് ഓർമ്മയുള്ളൂ. ഒരേ ഒരു വട്ടം, അത് 2014 അതിനുശേഷം ഇപ്പോഴാണ് ഇവിടെ വരുന്നത്. ഇവിടെ ബോർഡിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ടിക്കറ്റ് നിതീഷ് അവിടെ നിൽക്കുന്നേ ഉള്ളൂ, അതുകൊണ്ട് ടിക്കറ്റ് കൊടുക്കാൻ പറ്റത്തില്ല. നമ്മുടെ ക്രൂസിനകത്തോട്ട് കയറി. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അകത്തോട്ട് കയറ്റിയിട്ടില്ല. അവിടെ ഫുഡ് ഐറ്റംസ് കാര്യങ്ങളൊക്കെയാണെന്ന് തോന്നുന്നു. നേരെ ടോപ്പിലോട്ടാണ് പോകുന്നത്. മോനെ അടിപൊളി. നമ്മളത് അപ്പം നമ്മൾ നേരെ നമ്മുടെ ക്രൂയിസിനകത്ത് കയറിയിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഇതൊരു ചെറിയ ക്രൂയിസാണ്, അധികം ആൾക്കാരൊന്നും ഇല്ല. നമ്മളെ ആദ്യം തന്നെ ടോപ്പിൽ അതായത് റൂഫിലാണ് നമ്മൾ ഇരുത്തിയേക്കുന്നത്. നല്ല കാറ്റുണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. എന്നാലും ചെറിയ ചൂടുണ്ട്. അപ്പോൾ നല്ല ലൈറ്റിങ്ങും കാര്യങ്ങളും. ഇതിന് എടുത്തു കഴിഞ്ഞാലേ ബാക്കി കാര്യങ്ങൾ എഴുതത്തുള്ളൂ. മലയാളി ഫാമിലീസൊക്കെ ഒരുപാടുണ്ട്. അതുപോലെ ഫുഡ് ഐറ്റംസ് സെർവ് ചെയ്യുന്നത് താഴെയും മുകളിലും സെർവ് ചെയ്യുന്നുണ്ട്. അത് നമുക്ക് വഴിയെ കണ്ടറിയാം. അപ്പം നമ്മളെന്തായാലും ടോപ്പിൽ വന്ന് സീറ്റ് പിടിച്ചിരിക്കുകയാണ്. ഞങ്ങളൊരു 3 പേര് ഇരിക്കാനുള്ളൊരു സ്ഥലത്ത് വന്നിരിക്കുകയാണ്. അപ്പം നമ്മളിവിടെ വന്നിരുന്നത് എന്തേ നിതീഷേ, ക്യാമറ തന്നെ നോക്കട്ടെ. അപ്പം നിതീഷും അതുപോലെ തന്നെ നിതീഷും ഇവിടെ ഇരിപ്പുണ്ട്. അതുപോലെ തന്നെ ബുഫറ്റിൻ്റെ ഫുഡ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഒരുപാട് ഫാമിലീസ് ലൈറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ഇറങ്ങാം. കൊള്ളാം, വ്യൂസ് കൊള്ളാം. എന്തായാലും നിതീഷിൻ്റെ അഭിപ്രായം എന്താണ്? അടിപൊളിയാണ്. ഓക്കെ. അതുപോലെ തന്നെ അവിടെ വേറെ ഷിപ്പ് നടപ്പുണ്ട്. അപ്പോൾ നമുക്കിനി വഴി ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ കാണാം. ഇതൊന്ന് സ്റ്റാർട്ട് ചെയ്തോട്ടെ. നമ്മുടെ ക്രൂയിസിൻ്റെ ഫ്രണ്ട് വ്യൂ വന്നിരിക്കുക. അതുപോലെ തന്നെ വണ്ടി ഓടിക്കുന്ന ആൾ ഇവിടെ നേരെ ഇതാണ് നമ്മുടെ വ്യൂ. റൂഫ് വ്യൂ ആണ്. റൂഫ് വ്യൂവിൽ നമ്മളിങ്ങനെ നിൽക്കുക. ഇതുവരെയായിട്ടും എടുത്തില്ല. 8:30 എടുക്കുന്നത്. ഇനി ഒരു 15 മിനിറ്റ് ഉണ്ട്. ഇവിടെയൊക്കെ കാര്യങ്ങൾ സെറ്റ് ചെയ്തു. ആൾക്കാരും കാര്യങ്ങളൊക്കെ ഇനി വരാനുണ്ട്. കൊള്ളാം കേട്ടോ വ്യൂ.
നിതീഷ് ഫ്രണ്ട് വ്യൂ ഒക്കെ കാണാനായിട്ട് പോയേക്കുവാണ്. ഞാൻ നൈസായിട്ട് ഇരുന്നു ഇവിടെ. ശരിക്കും പറഞ്ഞാൽ കുഴഞ്ഞ് വലിയ തിരക്കൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്ത് വരുവാണെങ്കിൽ വലിയ തിരക്കൊന്നും ഇല്ലാതെ ഫാമിലി അല്ലെങ്കിൽ കപ്പിൾസ് ലവേഴ്സിനൊക്കെ സിമ്പിളായിട്ട് വരാൻ പറ്റും. നിതീഷ് നൈസായിട്ട് ഫ്രണ്ടിലൊക്കെ പോയി എൻ്റെ ഒരു വീഡിയോ ഒന്ന് എടുക്കാവൂ എന്നൊക്കെ പറഞ്ഞാൽ അവിടുന്ന് നടന്നു വരാം, എൻ്റെ വീഡിയോ എടുക്കാൻ എന്നൊക്കെ പറഞ്ഞതാണ്. നടന്നു വരുന്നുണ്ടോ സ്റ്റൈലിൽ? അപ്പം നീണ്ട കാത്തിരിപ്പിന് ശേഷം നമ്മുടെ വണ്ടി ഷിപ്പ് ക്രൂയിസ് എടുത്തിരിക്കുകയാണ്. ഇതിനിടയ്ക്കൂടെ മ്യൂസിക് വർക്ക് ചെയ്യുന്നതുകൊണ്ട് ചിലപ്പോൾ എൻ്റെ വീഡിയോയ്ക്ക് കോപ്പിറൈറ്റ് ഇഷ്യൂ വരാനായിട്ട് നല്ല ചാൻസ് ഉണ്ട്. ഇത് ഫുഡ് ഐറ്റംസ് കാര്യങ്ങൾ, അപ്പം നല്ല രീതിക്ക് മ്യൂസിക് ഉണ്ട്. അതുകൊണ്ട് ചെറിയൊരു പണി വാങ്ങാനായിട്ട് ചാൻസ് നല്ല രീതിക്കുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് ക്രൂയിസ് ഷിപ്പ് ഇതിനിടയ്ക്കൂടെ ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ കുറേ ക്രൂയിസ് ഷിപ്പുകളാണ്. ഓ മൈ ഗോഡ്, ഭയങ്കര സൗണ്ടാണല്ലോ. ഇതിപ്പോൾ ഫുള്ളായി. എല്ലാവരും കുറേ ഫാമിലീസ് വന്നിട്ടുണ്ട്, മലയാളി ഫാമിലീസൊക്കെ ആയിട്ട് കയറിയിട്ടുണ്ട്.
അടിപൊളി ഒരു പ്രോഗ്രാം വരുന്നത്. പുള്ളി ഇത്രയും നേരം, അതായത് 4 മിനിറ്റോളം ഫുൾ ഇരുന്ന് കറങ്ങുമായിരുന്നു. ഫോട്ടോ എടുത്തിട്ടുണ്ടോടാ? ഫോട്ടോ എടുത്തിട്ടുണ്ടോ? രണ്ടൊന്ന് ഫോട്ടോ എടുത്തേക്കാം. علشان شايف ومقدر كده محدش حلو حد والكل ما بيتقدر
ഒരു 10 മിനിറ്റ് നമ്മളെ കിഡിലിനായിട്ട് എന്റർടൈൻമെന്റ് ചെയ്യിപ്പിച്ചിട്ട് പോയിട്ടുണ്ട്. ഒരു രക്ഷയില്ല. നിതീഷേ, പൊളിയായിരുന്നല്ലേ? അടിപൊളിയായിരുന്നു. ഒരു 10 മിനിറ്റ് തകർത്ത്, കറക്റ്റ് 10 മിനിറ്റ്. ഡാൻസ് പരിപാടി കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് ഫുഡ് എത്തി. അതായത് റൈസ് ഉണ്ട്, ചിക്കന്, പിന്നെ അതുപോലെ തന്നെ ഒരു കബാബുണ്ട്, നൂഡിൽസ്, പിന്നെ സലാഡ്സ്, വെജിറ്റബിള്, അതുപോലെ തന്നെ ഫ്രൂട്ട്സ് ഉണ്ട്. അതെല്ലാം എടുത്തിട്ടുണ്ട്. പക്ഷേ ഇനി ഒരു ട്രിപ്പോടെ ഞങ്ങൾ പോകും. അവിടെ ഇങ്ങനെ പരിപാടി നടക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഈ ഫുഡ് ഒന്ന് ഫിനിഷ് ചെയ്തിട്ട് വരാം. അപ്പം നമുക്ക് കുറേ സാധനങ്ങൾ കിട്ടിയിട്ടുണ്ട്. നമ്മളിതെല്ലാം ഒന്ന് തീർത്തിട്ട് അടുത്ത റൗണ്ട് വീണ്ടും പോകും. നമ്മൾ എന്തായാലും നല്ല രീതിക്ക് ഫുഡ് കഴിക്കുമെന്ന് പറഞ്ഞാണ് ഇങ്ങോട്ട് വന്നേക്കുന്നത്. അപ്പം നിതീഷ് ഇതുപോലെ എടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ സെറ്റ് ആക്കിയിട്ട് വരാം. ഞങ്ങൾ വീണ്ടും രണ്ടാമതും ഞങ്ങളുടെ കഴിവ് തെളിയിച്ചു. ഞങ്ങൾ മലയാളികളാണെന്ന് അവരെ വീണ്ടും തെളിയിച്ചു. ഞങ്ങൾ തീർത്തു. നിതീഷ്, എന്തൊക്കെയാണ് എടുത്തത് വീണ്ടും? ആ വെള്ള സാധനം എന്തോന്ന് എനിക്ക് മനസ്സിലായി. എനിക്ക് മനസ്സിലായി. ഞാൻ ഇത്തിരി എടുത്തിട്ടുണ്ട്. അത് കഴിച്ചു നോക്കി. മധുരമാ അല്ലേ? അപ്പം ഞങ്ങൾ വീണ്ടും എടുത്തു. ഇനിയും പോവും. ഇനിയും പോവും. ഇല്ലടാ, ഞാൻ പോവും. വേറൊരു കപ്പലിലോട്ട് നമ്മുടെ സൂഫി ഡാൻസുകാരൻ ട്രാൻസ്ഫർ ആയിരിക്കുകയാണ്. കപ്പൽ ഇവിടെ തന്നെ കൊണ്ടുവന്ന്, ബോട്ട് ഇവിടെ തന്നെ കൊണ്ടുവന്ന് നേരെ അങ്ങോട്ട് പോയിക്കാണ്. തൊട്ടെടുത്ത് ഇടിച്ചു പിടിച്ചില്ലെന്ന് പറഞ്ഞിട്ടായിരുന്നു സംഭവം കൊണ്ട് നിർത്തിയത് ഇവിടെ. Baby, show me you can calm down. This is me and Tina. Cause you're so high that you can't calm down. Don't you ask me who you are. Feel like I say no. Baby, give me I don't want you being baby dirty, dirty, dirty. Send the cut enough to brag. I don't want that coochie out of money, while I die. അപ്പോൾ നമ്മുടെ വീഡിയോ ഒക്കെ കണ്ടല്ലോ. ഒരു രക്ഷയില്ലായിരുന്നു. 45 ദിറംസിന് അടിപൊളിയായിരുന്നു. ഇതിനകത്ത് കുറേ ഡാൻസ്, ഫുഡ് ഐറ്റംസ് ഒക്കെ കഴിച്ച് കഴിഞ്ഞാൽ ശരിക്കും വയറ് നിറഞ്ഞു. അതുപോലെ തന്നെ ഫുള്ള് ചുറ്റിക്ക് ഇറങ്ങി നല്ല പാട്ടുണ്ട്. ഡാൻസ് ചെയ്യാൻ ഇഷ്ടമുള്ളവർക്കൊക്കെ കിട്ടിലും ഡാൻസും കളിക്കാം. അതുപോലെ തന്നെ നമ്മുടെ ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു. 3 ഫോട്ടോയൊക്കെ അവർ ചോദിച്ചത് 40 ദിറംസ് എന്ന് പ്രിൻറ്റ് ചെയ്ത് അതും വാട്സപ്പിൽ അയച്ചു തരുമെന്ന് പറഞ്ഞാൽ നമ്മളത് മേടിച്ചില്ല. സംഭവം റോത്താണ് 45 ദിറംസിന്. അപ്പോൾ ആ ആപ്പ് ഞാനിപ്പോൾ ഇട്ടേക്കാം. ആപ്പിനകത്ത് നോക്കിയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ മതി. നല്ല സെറ്റ് സാധനമാണ്. എന്തായാലും ഓഫറൊക്കെ കിട്ടും. ഡയറക്റ്റ് വന്നു കഴിഞ്ഞാൽ ഒടുക്കത്തെ പൈസ ആയിരിക്കും. അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോയുമായി വീണ്ടും വരും. മല്ലു അറബ് ട്രാവൽ വ്ലോഗ്.